ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് നമുക്കൊന്ന് ചെയ്താലോ? ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡില്ലേ, ക്രിസ്റ്റൽ ബീഡ്, ക്ലിപ്പ് സ്റ്റോൺ എടുത്തിട്ടുണ്ട്, നമ്മുടെ മെമ്മറി വയർ, പിന്നെ എടുത്തിരിക്കുന്ന അക്രാലിക് ഫ്ലവർ. അത് പല കളറിലാണ്, നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം അത് യൂസ് ചെയ്യാൻ കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ വേറൊരു കളറോട് ചെയ്തിട്ടുണ്ടായിരുന്നു, വൈറ്റും ഓറഞ്ചും എടുത്ത് ആദ്യം ഓറഞ്ച് ചെയ്തു, അതിന് ശേഷമാണ് വൈറ്റ് ചെയ്തത്. ഇപ്പോൾ വൈറ്റാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം അതിന് സൈഡ് നമ്മളൊന്ന് പ്ലെയർ കൊണ്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം വയറ് നന്നായി, നമ്മുടെ 4mm വയറ് നന്നായി സൈഡിൽ ടൈറ്റ് ചെയ്തെടുക്കുക. ഇത് കംപ്ലീറ്റ് കോർത്താണ് ചെയ്യുന്നത്. കോർത്ത് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം എത്ര ബീഡാണോ വേണ്ടത്, നമ്മൾ ഫ്ലവർ കൊടുക്കുന്നതിന് മുന്നേ വരെ നമുക്ക് എത്ര ബീഡ് കൊടുത്ത് നമുക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കണം, അത്രയും ബീഡ് കോർക്കുക. ഇതുപോലെ ബീഡ്സ് കോർക്കുക. ആദ്യം ഒരു 3 ബീഡ്സ്, അതായത് ക്രിസ്റ്റൽസ്, അതിനുശേഷം ക്ലിപ്പ് സ്റ്റോൺ, വീണ്ടും ക്രിസ്റ്റൽസ്, അങ്ങനെ ഇട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എങ്ങനെ കളർഫുള്ളാക്കി വേണോ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ക്രിസ്റ്റലിന് ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. ക്രിസ്റ്റൽ ഏത് കളറായാലും അതിനൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. അതിങ്ങനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് നിൽക്കും. ഭയങ്കര ഡാർക്ക് കളർ അല്ലെങ്കിലും അതിനൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഷൈനിങ് ഉണ്ട് എപ്പോഴും. അതിനെന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ബീഡ്സ് ഇതുപോലെ കോർത്തെടുക്കുക. കോർത്തെടുത്തതിന് ശേഷം ഇനി ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ. നമ്മൾ നോർമലി നമ്മൾ ഹെയർ ബാൻഡൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ ഒന്നൊരു സൈഡിൽ അടുത്ത സൈഡിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത്, അത് കുറച്ച് ടൈറ്റ് ആയില്ലെങ്കിൽ നമുക്കൊന്നുകൂടെ നന്നായിട്ട് ടൈറ്റായി വെച്ചൊക്കെ നമുക്കത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാം. ഇത് പിന്നെ നമ്മൾ ഹെയർ ബാൻഡൊക്കെ ചെയ്യുമ്പം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ടൈറ്റായിരിക്കും, അങ്ങനെയല്ല. കാരണം ഇത് ഒരൊറ്റ നമ്മളെ ഇതല്ലേ, ഒറ്റ ഇതിലാണ് നമ്മൾ ചെയ്യുന്ന. ഫ്രെയിം വളരെ വീതിയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു മൂമെൻറ്റ്സ് എപ്പോഴും ഉണ്ടാവും ബീഡ്സിന്. അപ്പോൾ അത് നോർമലായിട്ടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ വരുന്നതല്ല. ഫസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പറയാണ്ട് ഇത് മൂവ് ചെയ്യുന്നു, ഇത് ലൂസാ, അങ്ങനെയല്ല. നമ്മളങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിരിക്കില്ല, അങ്ങനെ ഉണ്ടാവും. കണ്ടല്ലോ, ഇതുപോലെ. ഇത് ഏത് കളറിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം, കണ്ടോ. അല്ല, ഇനി നിങ്ങൾക്ക് കോർത്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് വേണ്ട ഒരു ഫ്ലവർ ഇട്ടു. ഫ്ലവറിൻ്റെ അകത്തേക്ക് ഒരു കുഞ്ഞ് സിൽവർ ബീഡ്. അതിനുശേഷം അതിനെ ഇട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ആദ്യം ഒന്ന് അതിനെ ചുറ്റിയെടുക്കുക. അതിനുശേഷം ഫ്ലവറിൽ കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം എടുക്കുക. അപ്പോൾ അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക, നമുക്ക് ബീഡ്സ്, ഞാൻ ഒരു ക്രിസ്റ്റൽ, ഒരു ക്ലിപ്പ് സ്റ്റോൺ, വീണ്ടും ക്രിസ്റ്റൽ, 2 ക്രിസ്റ്റലും സെൻറ്ററിൽ ഒരു ക്ലിപ്പ് സ്റ്റോണും, അങ്ങനെയാണ് അടുത്ത ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ കോർത്തെടുക്കുന്നത്. ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമുക്ക് എടുക്കും. കാരണം നമ്മൾ കോർത്തൊക്കെയാണ് ചെയ്യുന്നത്. ശ്രദ്ധയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ 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 ഭംഗിയായിട്ട് നമുക്കിത് കുട്ടികൾക്ക് മാത്രമല്ല അഡൽട്സിനും നമുക്കതിൻ്റെ ഫ്രെയിം വാങ്ങിക്കാൻ കിട്ടും. അതായത് സൈസ് വ്യത്യാസമുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന കുട്ടികളുടെ ഫ്രെയിമിലാണ്. വീണ്ടും ഇതുപോലെ അതിനെ കോർക്കുക. ആദ്യം ഒരു ക്രിസ്റ്റൽ, അതിനുശേഷം ക്ലിപ്പ് സ്റ്റോൺ, വീണ്ടും ക്രിസ്റ്റൽ, അതിനുശേഷം വീണ്ടും ഒരു ഫ്ലവർ ഇടുക. അതിലേക്ക് വീണ്ടും സിൽവർ ബീഡ് ഇടുക. എന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് ഇതുപോലെ തിരിച്ച് കോർക്കണം. ഫ്ലവറിൽ നമ്മൾ ടൈ ചെയ്ത് നന്നായി ടൈറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോർക്കാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ കണ്ടോ. അതിനുശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഫ്ലവറിൽ കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക, ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിരിക്കും. കണ്ടോ, ഇതുപോലെ നമ്മൾ ഫുൾ ചെയ്തെടുക്കണം. നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ചെയ്യുക. കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, വളരെ ഡിഫിക്കൽട്ടാണെന്ന് തോന്നും. അത്രത്തോളം ഡിഫിക്കൽട്ടല്ല, ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അതിനുശേഷം ഇനി അടുത്ത് ഇത് ചെയ്തതെല്ലാം കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും എന്താ പറയുക, ഒരു ക്രിസ്റ്റൽ, ഒരു ക്ലിപ്പ് സ്റ്റോൺ, വീണ്ടും ഒരു ക്രിസ്റ്റൽ, അതിടുക, വീണ്ടും കോർക്കുക. ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. നമുക്ക് ആദ്യം നമ്മൾ ഒരു 6 ബീഡ്സ്, ഒരു 6-7 ബീഡ്സ് കോർത്തിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിന് മുന്നേ വെച്ച് ഇത് നിർത്തണം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ലാസ്റ്റ് ഓപ്പോസിറ്റ് എങ്ങനെയാണ് ചെയ്തത് അതുപോലെ ഓപ്പോസിറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട്, എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്.
കണ്ടല്ലോ. ആ ട്വിസ്റ്റ് ചെയ്യുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ട്വിസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇത് ചിലർ 3mm വയർ ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അത് വളരെ തിക്നെസ് കൂടുതലല്ല, ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. മാക്സിമം 4mm യൂസ് ചെയ്ത് അത്രയും നല്ലതാണ്. കണ്ടല്ലോ, ലാസ്റ്റ് എല്ലാം ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഫ്ലവർ ചെയ്യുന്ന പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ സെൻറ്ററിൽ മാത്രം ആ ഫ്ലവർ നമ്മൾ എത്ര സൈഡിലാണോ കൊടുക്കുന്നത് അത്രയും നോക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് ചെയ്ത് അത്രയും ബീഡ്സ് രണ്ട് സൈഡിലും ലാസ്റ്റ് നിർത്തുമ്പോൾ എല്ലാം ഒരുപോലെ ആക്കി നിർത്തണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ലൈറ്റിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് അങ്ങനെ തോന്നത്തില്ല. പക്ഷേ ഇത് ഡയറക്റ്റ് കാണാം. ക്രിസ്റ്റൽസ് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ക്രിസ്റ്റൽ ഡയറക്റ്റ് കാണാൻ കുറച്ചുകൂടെ ഒരു ഗ്ലേസിങ് കൂടുതലാണ്. അതുകൊണ്ട് അതിൽ ക്ലിപ്പ് സ്റ്റോണും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. വീണ്ടും ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുക. അവസാനം നമ്മൾ നിർത്താൻ സമയത്തിന് കുറച്ച് നമ്മുടെ മെമ്മറി വയറിന് കുറച്ച് എഡ്ജിൽ കുറച്ച് ഗ്യാപ്പ് വേണം. കാരണം നമുക്ക് ലാസ്റ്റ് അവിടെയും ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ വെക്കുമ്പോൾ അവിടെ എന്താ പറയുക ക്ലിപ്പ് സ്റ്റോണൊക്കെ കാണാം. ക്ലിപ്പ് സ്റ്റോണിൻ്റെ സൈഡിൽ കയറാനും ചെറിയ ബുദ്ധിമുട്ട്. അത് നമുക്ക് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് കാണാം. അത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അതിനുശേഷം അവസാനം നമ്മൾ നിർത്തുന്നതിന് മുന്നേ ജസ്റ്റ് എഡ്ജ് ഒന്ന് ഫോൾഡ് ചെയ്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളവിടെ ടൈറ്റ് ചെയ്ത് നിർത്തേണ്ടത്. കണ്ടോ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എഡ്ജ് കറക്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മെറ്റാലിക് വയർ നന്നായിട്ട് അവിടെ ചുറ്റി ഒരു 3-4 ടൈംസ് നന്നായിട്ട് ചുറ്റി ഒന്ന് നിർത്തിയാൽ മതി. എന്നിട്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഭംഗിക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല ഭംഗിയാണ്, നല്ല നീറ്റാണ്. ഇനി ഇതിലൊരു ഹാങ്ങിങ്സ് കൂടെ കൊടുക്കുന്നുണ്ട്. രണ്ടിലും ഞാൻ ഓരോ ഹാങ്ങിങ്സ് അറ്റാച്ച് ചെയ്യുന്നു. കണ്ടല്ലോ, ഇത് നമ്മുടെ ചെയിനാണ്, സിൽവർ ചെയിനാണ്. സിൽവർ ചെയിൻ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. പല ഡിസൈനിൽ അവൈലബിൾ ആണ്. ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാൻ രണ്ടും ഓൾമോസ്റ്റ് ഒരു ഈക്വൽ ലെങ്തിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ ഹെഡ് പിന്നില്ലേ, ഒന്നിൽ ഞാൻ ഹെഡ് പിന്നിലേക്ക് ഒരു നമ്മുടെ ക്രിസ്റ്റൽ. ഇത് സിൽവർ കളർ ഫ്യൂസ് ടാഗാണ്. ഈ ഫ്യൂസ് ടാഗ് എടുക്കുക. ഫ്യൂസ് ടാഗ് എടുക്കുക. അതിലേക്ക് ജസ്റ്റ് ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. ക്രിസ്റ്റലില്ലേ നമ്മുടെ ഈ ഫ്യൂസ് ടാഗിൻ്റെ എഡ്ജിലൊരു നമുക്കൊരു ചെറിയൊരു ബീഡ് പോലെ ഉണ്ട്. അപ്പോൾ ഒത്തിരി വലിയ ഹോളാണെങ്കിൽ അത് ഇളകി ഇങ്ങ് വരും. അല്ലെങ്കിൽ നമുക്ക് ടൈറ്റായിട്ട് നിൽക്കും നമ്മുടെ കയ്യിൽ. കണ്ടോ, എന്നിട്ട് ഈ ഫ്യൂസ് ടാഗ് തന്നെ നമ്മുടെ ഹാങ്ങിങ്സിൽ, അതായത് ആ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെയിനില്ലേ അതിലേക്ക് കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്ത് നമ്മുടെ ജമ്പിങ് റിങ് എടുക്കുക. ഒരു ജമ്പിങ് റിങ് എടുക്കുക. അതിന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇത് അതിലേക്ക് കണക്ട് ചെയ്യുക. കണ്ടോ, അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ജമ്പിങ് റിങ് കുറച്ച് നല്ല തിക്നെസ് ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. പെട്ടെന്നൊന്ന് ഓപ്പൺ ചെയ്ത്, അതായത് നമ്മുടെ കുട്ടികൾ യൂസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തൊടുത്തി വലിച്ചു കഴിഞ്ഞാൽ ഇളകി പോകത്തില്ല. ഇതുപോലെ ഒന്ന് ആ ജമ്പിങ് റിങ് തിരിച്ച് നമ്മൾ ആ ബ്രേസ്ലെറ്റിൻ്റെ എഡ്ജിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. കണ്ടോ, ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഇളകി വരരുത്, കാരണം തൊടുത്തിയാലൊക്കെ അത് ഇളകി വരാത്ത രീതിയിൽ കുറച്ചൊന്ന് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കുക അവിടെ. ഇനി അടുത്ത് ഇത് നമ്മുടെ ഹെഡ് പിന്നാണ്. ഒരു ഹെഡ് പിൻ എടുക്കുക. അതിലേക്ക് ഒരു പാച്ചസ് ആണ്, ഒരു ബട്ടർഫ്ലൈയുടെ പാച്ചസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പലതരത്തിലുള്ള പാച്ചസ് അവൈലബിൾ ആണ്, നമുക്ക് ഏത് വേണം ചൂസ് ചെയ്യാം. അതിന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം കണ്ടോ, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മുടെ ചെയിനും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ. ജമ്പിങ് റിങ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ചെയിൻ ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ബ്രേസ്ലെറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ? ഇനി ആ എഡ്ജിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജമ്പിങ് റിങ്ങിലേക്കല്ല, നമ്മുടെ ആ എഡ്ജിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്, അത്രയും സിമ്പിളായിട്ട് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഇത് കാണുന്നതിനേക്കാളും. ശരിക്കും കണ്ടോ, അതാണ് ഞാൻ ഈ ഒരു ക്ലോസർ ഇത് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ.